രാജ്യത്ത് വോട്ടർ പട്ടികയിൽ നിന്നും പേര് ചേർക്കുന്നതും പേര് നീക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടക്കുകയാണ്. ബീഹാറിലാണ് ഇത് തുടങ്ങിയത്. പ്രധാനമായും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായി റോഹിംഗ്യകളെയും ബംഗ്ലാദേശികളെയും മതിയായ രേഖകളില്ലാതെ പുറത്താക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 67 ലക്ഷം പേർ പുറത്തു പോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ 67 ലക്ഷം പേരും റോഹിംഗ്യകളും അല്ലെങ്കിൽ കുടിയേറിപ്പാർത്തവരും അനധികൃത കുടിയേറ്റക്കാരുമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവർക്ക് കൃത്യമായിട്ടുള്ള രേഖകൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇല്ലാതെ പോയി. നമുക്കറിയാം ബീഹാറിൽ മാത്രമല്ല, വെസ്റ്റ് ബംഗാളിൽ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, എന്തിനു പറയുന്നു, കേരളത്തിൽ പോലും ബംഗ്ലാദേശികൾ വന്ന് പല സ്ഥലങ്ങളിലും തിങ്ങിപ്പാർക്കുന്നുണ്ട്. കേരളത്തിലെ സർക്കാരൊന്നും അവരെ മൈൻഡ് ചെയ്യുന്നത് പോലുമില്ല. അവർക്കിടയിൽ നിന്നാണ് നമ്മുടെ കേരളത്തിലുള്ള സ്ത്രീകളെ ഇപ്പോൾ വലിയ രീതിയിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയൊക്കെ ഉണ്ടായി വരുന്നത്. കാരണം ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഭൂരിഭാഗവും ഇവരും പങ്കാളികളാകുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ ആസാം സർക്കാർ ഒരു നീക്കം നടത്തിയിരിക്കുകയാണ്. നേരത്തെ വെസ്റ്റ് ബംഗാൾ സർക്കാർ നടത്തിയിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ഇവർക്ക് വോട്ടില്ലാത്ത ആൾക്കാരെ രാഷ്ട്രീയക്കാർ തിരിഞ്ഞു നോക്കില്ല. അങ്ങനെ തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോൾ ഇവർക്ക് വോട്ട് കിട്ടില്ല, മെഡിക്കൽ സേവനങ്ങൾക്ക് പൈസ കൊടുക്കണം, ഭക്ഷണത്തിന് പൈസ കൊടുക്കണം, കിടപ്പാടത്തിന് പൈസ കൊടുക്കണം, അതിഥികളായി ഇവരെ കണക്കാക്കാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇവർ വന്ന വഴിയെ തിരിച്ചു പൊക്കോളുമെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു കലാപം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വെസ്റ്റ് ബംഗാളിലെ BJP ഇപ്പോൾ തന്നെ അവിടെ ഹെൽപ്പ് ഡെസ്ക്, CAA ഹെൽപ്പ് ഡെസ്ക് തുറന്നിരിക്കുന്നത്. അതായത് ഇവരിൽ ഹിന്ദുക്കളും മറ്റ് ന്യൂനപക്ഷങ്ങളും ഉണ്ടെങ്കിൽ അവർക്ക് ആ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെടാം. അവർക്ക് പൗരത്വത്തിന് എലിജിബിൾ ആണെങ്കിൽ അവർക്ക് പൗരത്വം കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കും. ഇപ്പോഴിതാ ആസാം BJP ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ നീക്കം വന്നിരിക്കുകയാണ്. ആസാം BJP ഗവൺമെൻറ് ഡയറക്ട്സ് all district drop cases against non-Muslim migrants who entered India before December 31, 2014 under new CAA rules. അതായത് 2014 മുമ്പ് ഇന്ത്യയിലേക്ക് കടന്നു വന്ന നോൺ മുസ്ലിംസ് ആയിട്ടുള്ള എല്ലാ മൈഗ്രൻസിൻ്റെയും എല്ലാ ജില്ലകളിലുള്ള കേസുകളും ഡിസ്മിസ് ചെയ്യാനാണ് ഇപ്പോൾ ആസാം ഭരണകൂടം ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഇത് ഹിന്ദുക്കൾക്കും സിഖുകൾക്കും ക്രിസ്ത്യാനികൾക്കും ജൈനുകൾക്കും പാഴ്സികൾക്കും ബുദ്ധിസ്റ്റുകൾക്കും, അതായത് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇന്ത്യയിൽ കുടിയേറിപ്പേർത്ത ആൾക്കാർക്ക് ബാധകമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ആസാം ഗവൺമെൻറ് എടുത്തിരിക്കുന്ന ഒരു വലിയ നീക്കം അല്ലെങ്കിൽ ഒരു വലിയ തീരുമാനമെന്ന് പറയുന്നത്. ഇപ്പോൾ ആസാമിൽ ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു വലിയ കലാപമായി മാറാനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. എന്തായിരുന്നാലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബീഹാറിലും വെസ്റ്റ് ബംഗാളിലേക്ക് പോകുമ്പോൾ ഇത് വലിയ ചർച്ചയായി മാറും. അവിടെയും അടക്കം ക്ലീൻ ചെയ്ത ശേഷം അടുത്തത് ദക്ഷിണേന്ത്യയിലായിരിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇത്തരത്തിലുള്ള വോട്ടർ ID ക്ലീനിങ് എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.